ടയർഡായോ? ഓഗസ്റ്റ് 17 എന്താണ് നിങ്ങളുടെ പരിപാടി? സെർബിയയിലുള്ള ടോളസ്റ്റ് ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 204 മീറ്റർ ആണ്. വീഡിയോ ഇടയ്ക്ക് കട്ട് ചെയ്യുന്ന വേറൊന്നുമല്ല, ഇവിടെ ഭയങ്കര കള്ളന്മാരുടെ പിന്നെയും 13 വർഷങ്ങൾക്ക് ശേഷം ഡബ്ലിനിലേക്ക് വരാൻ പോവാണ് കേട്ടോ. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് ഒരു പുതിയ കൺട്രിയിലേക്ക് വന്നിരിക്കുകയാണ്, സെർബിയ. സോ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിയും ഡാഡിയും ലെവിക്കുണ്ണും അച്ചായും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഇതൊരു വിസ ഫ്രീ കൺട്രിയാണ്. സോ ഡാഡിനെയും മമ്മീനെയും കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലം ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഷെങ്കൻ വിസ എടുത്തില്ല. ഷെങ്കൻ വിസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ ലേറ്റ് ആകും. 6 മാസത്തെ ഗ്യാപ്പ് കഴിയുന്നത് ഉടനെ തന്നെ അവരിങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 6 മാസം നാട്ടിലും 6 മാസം UK-ലുമാണ്. ഡാഡിക്കും മമ്മിക്കൊക്കെ കൊച്ചു മക്കളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് ട്രാവൽ ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ദൈവകൃപയാൽ ആരോഗ്യത്തോടു കൂടി 2 പേർക്കും പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവരും ഞങ്ങളും ഒക്കെ ഒരു പുതിയ കൺട്രിയിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. UK വിസ അല്ലെങ്കിൽ BRP കാർഡ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് സെർബിയ. അൽബേനിയയുടെ വ്ളോഗ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കയറി പോകാൻ, ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിക്കത്തില്ല, ഒരു ചടങ്ങും ഇല്ല. പിന്നെ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞങ്ങൾ രാവിലെ ഇറങ്ങി. സോ രാവിലെ അല്ല, ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ സമയം 10:30 UK-ൽ 9:30, 1 hour ബാക്കോട്ടാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 11:30-12 മണിയോടുകൂടി ഇറങ്ങി. നല്ല തിരക്കായിരുന്നു. ലൂട്ടൺ എയർപോർട്ട് എത്താൻ വേണ്ടിയിട്ട് 2 hours എടുത്തു. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് ലോങ് സ്റ്റേയിൽ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അവിടുന്ന് നമ്മൾ കയറി ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. സോ ലെവിക്കുട്ടിനെയും കൊണ്ട് വരാൻ നേരത്തെ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് എടുക്കുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പ്രിക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ലെവി ഉറങ്ങിക്കിടക്കുമായിരുന്നു. അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, അവന് നേരെ വണ്ടിയിൽ കയറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചതും എന്തൊക്കെയാണ് കരുതുന്നത് ഫുഡ് എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് അമ്മമാർക്ക് വേറൊരാളുടെ വീഡിയോ കാണാൻ നേരത്ത് പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. ലെവിയുടെ ഇപ്പോൾ ഇത് 12th കൺട്രിയാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ പോയി, പല ഫ്ലൈറ്റുകളും നമ്മൾ അവിടുന്ന് തന്നെ പല കൺട്രിയിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സിറ്റീസിലേക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ലെവീനെ ഇപ്പം ഭയങ്കര നീറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടത്തില്ല, ഒരു കോലത്തിൽ അവനെ അങ്ങ് ഞാൻ ഇറക്കും. ചില സമയങ്ങളിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇറക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം അധികം സമയമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കിഡുവാക്കിയിട്ട് ഇറങ്ങുള്ളൂ. അല്ല, നമുക്കൊരു 1 hour 1.5 hour ലേറ്റ് ഉണ്ട്. ലെവി നല്ല ഉറക്കം വീട്ടിൽ നിന്ന് ഉറങ്ങി. ഉച്ചയ്ക്ക് ആക്ച്വലി ഉറങ്ങാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് ഞാൻ അറിയാം. വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എയർപോർട്ടിൽ എത്തുന്നിടത്ത് നല്ല ഉഷാറായിരിക്കും. ഫ്ലൈറ്റിൽ കയറാൻ നേരത്ത് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ചെയ്ത ടിപ്പാണ്. സോ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോർഡിംഗ് എല്ലാം കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളകത്ത് കയറി സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അവനെ ക്രോൾ ചെയ്യാൻ വേണ്ടി വിടും എയർപോർട്ടിൽ. അപ്പോൾ ചിലപ്പോൾ നല്ല ചെളിയായിട്ടുണ്ടാവും പാൻറ്റയിലും കയ്യിലും ഒക്കെ. അവന് ഫുഡും കൊടുത്ത് അവനെ സെറ്റിലാക്കി കുറച്ച് നേരം കളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആൾ നല്ല സൂപ്പർ ടയർഡാണ്. ക്രോൾ ചെയ്യാൻ നേരത്തെ അവർ ഓട്ടോമാറ്റിക്കലി ടയർഡാവും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഗേറ്റിന് അങ്ങോട്ട് പോകാൻ അനൗൺസ് ചെയ്യാൻ നേരത്ത് ഞാൻ അവിടുത്തെ ബാത്റൂമിൽ കയറി സെറ്റപ്പാക്കി അവനെയും കൊണ്ട് വരും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആകുമെന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇനിയും ഈ 2 ദിവസം സെർബിയയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അൽബാനിയ കാണിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു, ലിവിക്ക് ഇതെല്ലാം കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. യെസ്, ഈ ഫുഡുകളും കൊണ്ടൊക്കെയാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുള്ളത്. കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. കുഞ്ഞുങ്ങളുടെ കാര്യം അവർക്ക് കംഫർട്ടബിൾ ആയത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ലെവിക്കുട്ടിന് എഗ്ഗ് കഴിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മിൽക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, നോർമൽ മിൽക്ക്, അതും അധികം കൊടുക്കത്തില്ല. അവന് ചെറുതായിട്ട് ലൂസ് മോഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ എമൗണ്ട് കുറച്ച് കൊടുക്കുമ്പോൾ അവന് ഓക്കെയാണ്. നമ്മളിപ്പോൾ 3-4 പ്രാവശ്യം കൊടുക്കാൻ നേരത്ത് അത് പണി തരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വെൽക്കം ടു സെർബിയ വ്ളോഗ്. അപ്പോൾ നാളെ ഡീറ്റെയിൽഡ് ആയിട്ട് പുതിയ
വിശേഷങ്ങളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലെവിയുടെ ഫുഡ് റൂട്ടീനും ഒക്കെ കാണിച്ചിരുന്നതായിരിക്കും. കൂടുതൽ മമ്മിയുടെ ഡാഡിയുടെയും വിശേഷങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക. ഇന്ന് എല്ലാവരും സൂപ്പർ ഡൂപ്പർ ടയേർഡാണ്. മമ്മിയും ഡാഡിയും കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞങ്ങളിതൊരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ബുക്ക് ചെയ്ത്. ഞങ്ങളെന്ന് വെച്ചാൽ അച്ഛയാണ് ഞങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേയുടെയും മമ്മിയുടെ ഡാഡിയുടെ ആനിവേഴ്സറിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. അത് കൂടാതെ ഡാഡിക്കും മമ്മിക്കുള്ള റൂം ഇവിടെ ഉണ്ട്. നല്ലൊരു ടോയ്ലറ്റാണ്, നല്ലൊരു അപ്പാർട്ട്മെൻറ്റ്, ബാൽക്കണി ഉണ്ട്. അത് രാവിലെ ഞാൻ കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ ഗൈഡിനെ എടുത്തിട്ടുണ്ട്. ഗൈഡല്ല, നമ്മളൊരു പാക്കേജ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടുന്നവരെ 2 ദിവസത്തെ ഫുൾ, അതായത് ബെൽഗ്രേഡ് കാണിക്കാനുള്ള ഒരു പാക്കേജാണ് എടുത്തിരിക്കുന്നത്. ഗെറ്റ് യുവർ ഗൈഡ് എന്നുള്ള ആപ്പിലൂടെ അല്ല ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. ഞങ്ങൾ പേഴ്സണലായിട്ട് ഇവരോട് സംസാരിച്ചു. ഈ അപ്പാർട്ട്മെൻറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നാളെ കാണാൻ ഗൈസ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ടാറ്റാ ബൈ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസും വേണമെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ. ഇത് ഫാമിലി ആയിട്ട് വരാൻ നേരത്ത് പറ്റിയൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ബിക്കോസ് 2 റൂമുണ്ട്. ഇത് ലിവിങ് റൂമാണ്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. മറ്റേത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബെഡ്റൂമും. ഓക്കെ. അപ്പോൾ ഈ നൈറ്റിൽ മഹാരാജ മൂവിയൊക്കെ കണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നല്ല ഉറക്കമുറങ്ങി. ഗുഡ് മോർണിംഗ് ആൾ. നല്ലൊരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ബാൽക്കണിയിൽ പോയി ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചൂട് കാരണം ഇറങ്ങാൻ പറ്റത്തില്ല. 33 ഡിഗ്രി ആണ്. AC യുടെ കീഴിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. രവിക്കുട്ടൻ രാവിലെ ഒരു തട്ട് തന്നതാണ് ഗ്രീൻ ടീ. അതാണ് ഇതിങ്ങനെ ഒലിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ. രാവിലെ അച്ചായും ഡാഡിയും പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് വന്നു. ലെവിക്കുട്ടിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണ്. ഷെഫ് ഹാൻഡിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ ഷെഫ് ആൻഡിയും കൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ പല വീഡിയോസിലൂടെയും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇതും കൊണ്ടാണ് പോകുന്നത്? യെസ്, ഇതുകൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്യാറുള്ളത്. എനിക്കൊന്നൊരു 2.5 കിലോ വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് എവിടെ ചെന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളുടെ ഫുഡ് ഒരു 1.5 എനിക്കൊന്ന് 2 വയസ്സ് വരെ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. പുറത്തത്തെ ഫുഡ് കൊടുക്കാം നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. പക്ഷെ എന്നാലും അവനെ വയറ് നിറയ്ക്കുക. അവൻ്റെ ഒരു ഫുഡ് വയറ് നിറച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ പ്ലാന്റൈനും അതുപോലെ തന്നെ ഓട്സും ആണ്. അപ്പോൾ ഓട്സ് ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കൂടാതെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിനുള്ള റൈസും വെജിറ്റബിൾസും ഉപ്പും എന്താ പറയുക പെപ്പറും ഗീയും ഒക്കെ ഞാൻ വേറെ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ സൈഡായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഷെഫ് ആൻഡിയിലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഡിന്നറും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പുറത്തു പോകുമ്പം നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഫുഡ് അവൻ കഴിക്കും. എന്നാലും ഇത് കൊടുത്തിട്ട് ഞാൻ അവനെ ഒന്ന് ഫില്ലാക്കിയിട്ടേ സംഭവങ്ങൾ സെറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. അപ്പോൾ എടുക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ആയെങ്കിലും ഹോട്ടലാണെങ്കിലും ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്ന് നോക്കുക. കാരണം എനിക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതിൽ കളിക്കുന്നത്. 2 ദിവസമാണെങ്കിലും 3 ദിവസമാണെങ്കിലും അവൻ ആ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കളിച്ച് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ നല്ല വിശപ്പുമായിരിക്കും. പിന്നെ സൂപ്പർ ടയേർഡും ആയിരിക്കും. പിന്നെ ഇപ്രാവശ്യം മമ്മിയും ഡാഡിയും ഉണ്ട്. അപ്പോൾ അവർക്കും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ താഴ്പോയി. അപ്പോൾ നമ്മൾ കൂടുതൽ വർത്തമാനം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. അവന് വിശക്കുന്ന സമയമായിട്ടുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് പാലും മാത്രമേ കുടിച്ചിട്ടുള്ള ആൾ. കൂട്ടത്തിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസും അച്ഛൻ ഡാഡി രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നപ്പോൾ അതും കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവന് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഒരു മെത്തേഡും കൂടെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഞാൻ ആമസോണിൽ ആമസോണിലാണ് ഞാൻ മേടിച്ചത്. 99 പൗണ്ട്സാണ് ഞാൻ മേടിച്ച ടൈമിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. യൂസ്ഫുൾ ആകുന്നവർക്ക് നല്ലതാണ്. ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൂടെ കൊണ്ടുപോകാനും ഭയങ്കര ഈസിയും കംഫർട്ടബിളുമാണ്. ടെൻഷൻ അടിക്കുകയും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് തുടങ്ങി നിങ്ങളെ കാണിച്ചു തരാം. ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ കാണിക്കാം. ഞാൻ പല വ്ളോഗിലും അതുപോലെ തന്നെ റീൽസിലും ഷെഫ് ആൻഡിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേര് കമൻറ്റിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ലെവിയുടെ ഫുഡ് റൂട്ടീൻ, അതേപോലെ തന്നെ ലെവി എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുന്നതെന്ന്. ലെവി എല്ലാ ഫുഡും കഴിക്കുന്നത് ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. ഓൺലി എഗ്ഗ് മാത്രം ലെവിക്ക് പറ്റില്ല. അത് അലർജി ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു ഡൈജഷൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് എഗ്ഗിൻ്റെ പരിപാടി നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തത് പ്ലാന്റൈൻ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏത്തയ്ക്ക മാതിരി ഒരു സാധനം, പക്ഷേ ഇച്ചിരി വലുപ്പം കൂടുതലാണ് കേട്ടോ. പക്ഷേ നല്ല മധുരമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓട്സും കൂടിയാണ്. ഓട്സ് ഞാൻ നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓട്സ് ഇങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. 15 മിനിറ്റ് എടുക്കും ഇതൊന്ന് വോം ചെയ്തെടുക്കാൻ വേണ്ടി. 15 മിനിറ്റ് വേണമെങ്കിൽ 15 മിനിറ്റ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. കണ്ടോ? പക്ഷേ ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കും. ഫുഡിൻ്റെ കാര്യമല്ലേ, ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം
പ്രോപ്പറായിട്ട് ബോയിൽ ചെയ്തിട്ടില്ലെങ്കിൽ പറ്റത്തില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ നൈഫ് എടുക്കാൻ മറക്കരുത്. സ്പൂണും ബൗളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഹോട്ടലിലോ അപ്പാർട്ട്മെൻറ്റിലോ കിട്ടും. എന്നാലും പക്ഷേ ഞാൻ ഇതെല്ലാം കൊണ്ടുവരും. പക്ഷേ നൈഫ് ഉണ്ടെങ്കിലേ നമുക്കെല്ലാം കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി അവൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് ഒരു ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ബാഗ് എടുത്തോണ്ടാണ് എപ്പോഴും പോകുന്നത്. പിന്നെ അതിനെ ഞാൻ റീഫിൽ ചെയ്യത്തതേ ഉള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ധൃതിയാണെങ്കിലും മറന്നു പോകും. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ഒന്നെങ്കിൽ എഴുതിയിടുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നോട്ട്സിൽ എഴുതിയിടുക. ഞാൻ എപ്പോഴും നോട്ട്സ് എഴുതി വെക്കാറുണ്ട്. മറവി എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. എപ്പോഴും സോൾട്ട്, പെപ്പർ ഞാൻ ഫില്ല് ചെയ്ത് വെക്കും. ചില സമയത്ത് മറന്നു പോകും. അതുപോലെ തന്നെ നൈഫും ഒക്കെ 2 സ്ഥലങ്ങളിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതിനെ പെർമനൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നൈഫ് ഹാൻഡ് ലഗേജിൽ കൊണ്ടുവരുത് കേട്ടോ. ലിൻറ്റ് പറഞ്ഞിട്ട് നൈഫ് കൊണ്ടുവരണമെന്ന് എഴുതിയിട്ട് ഹാൻഡ് ലഗേജിൽ നിങ്ങൾ വെക്കാതെ നമ്മുടെ മെയിൻ ലഗേജിനെ അത് സെൻഡ് ചെയ്യുക. പിന്നെ ചീപ്പ് ഫ്ലൈറ്റാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസ്ക് എടുക്കണ്ട. നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് നൈഫ് ഉണ്ടാവുമല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരിയും കൂടി ഷാർപ്പ് ആയിട്ടുള്ള നൈഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. പിന്നെ ഈ ഫുഡൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാനിത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ടു ആയി, അതുകൊണ്ടാണേ. ഓക്കെ, അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. 15 മിനിറ്റും കൊണ്ട് ഇതെല്ലാം സെറ്റായി. നമുക്ക് ലേക്കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നേരെ സ്വിമ്മിംഗ്. ലെവിക്കുട്ടിന് സോളിഡ് ഫുഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5.5 months ഒക്കെ ആയപ്പോഴത്തേക്ക് ലെവിക്കുട്ടൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എല്ലാം ഒന്നുമില്ല, ചെറുതായിട്ട്. പക്ഷേ അപ്പം തൊട്ടിട്ട് റൈസ് നമ്മൾ എങ്ങനെയൊക്കെ വെച്ച് കൊടുത്താലും അവന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ ഷെഫ് ആൻറ്റി. കുട്ടികൾക്ക് ഒരു പ്രായം വരെ, അതായത് ഇപ്പം ലെവി എല്ലാം കഴിക്കുന്നുണ്ട്, ഗ്രൈൻഡ് ചെയ്യൊന്നും വേണ്ട. ഞാൻ ഇതുകൊണ്ടല്ല പോകുന്നത്. പക്ഷേ ഒരു 1 year വരെ ലെവിക്ക് ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം ഞാൻ ഷെഫ് ആൻറ്റി കൊണ്ടാണ് പോകാറുള്ളത്. അപ്പോൾ അവർക്ക് ഫുഡ് കംഫർട്ടബിൾ ആകുമ്പോൾ അവർ ആ ട്രിപ്പിന് എൻജോയ് ചെയ്യുകയും ചെയ്യും. അവരുടെ വയറ് നിറയാൻ നേരത്ത്, അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ നേരത്ത് അവർ ഹാപ്പി ആവുകയും ചെയ്യും. ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് പോയി ട്രിപ്പിന് പോകണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മൾ എന്താണോ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അതിനനുസരിച്ച് കുട്ടികളും അത് എൻജോയ് ചെയ്യും. ഈവൻ ലെവിയുടെ കാര്യത്തിൽ ഞങ്ങൾ പലതും നോട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് തന്നെയാണ് സ്വിമ്മിങ്ങും. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മന്ത് തൊട്ടിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിച്ചൊരു സംഭവമാണ്. അങ്ങനെ ലെവിക്കുട്ടനും അപ്പച്ചനും അപ്പായുടെ കൂടെ കളിക്കുന്ന സമയം കൊണ്ട് ഞാനിങ്ങ് കയറി വന്നു കേട്ടോ. നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതി. ഇത് ഒരു നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനിലാണ് ഞാൻ ഈ പരിപാടികളെല്ലാം തന്നെ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയ അപ്പാർട്ട്മെൻറ്റിൽ കിച്ചൺ അത്ര ആക്റ്റീവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റൈസും പ്രിപ്പയർ ചെയ്തത്. റൈസ് ഞാൻ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിനകത്തോട്ട് ഞാൻ കഴുകിയിട്ടിട്ടു. അങ്ങനെയാണ് റൈസ് കുക്ക് ചെയ്തെടുത്തത്. ഷെഫ് ആൻറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, പക്ഷേ ഞാനത് പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനായത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ റൈസും കുക്ക് ചെയ്ത് കിട്ടി. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് ബോയിൽ ചെയ്ത് കിട്ടി. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ എടുത്തു. കൂട്ടത്തിൽ ഞാൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും കൂടെ ലെവിക്ക് കൊടുക്കും. അതായത് നോൺ വെജ് എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനോ ഫിഷോ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവർ ഡ്രാഗൺ അപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ചർച്ചിലാണ് പോയത്. ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ സെർബിയയിൽ. അതും ഭയങ്കര രസമാണ് കാണാൻ. സമയം പോകുന്നതും അറിയില്ല. ആദ്യം തന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 ചർച്ച് ഞങ്ങളങ്ങ് കവർ ചെയ്തു. പക്ഷേ ഒട്ടുക്കത്ത ചൂടായിരുന്നു. എങ്ങനെയെങ്കിലും പുറത്ത് പോയി കുറച്ച് വെള്ളമോ ഓറഞ്ച് ജ്യൂസോ കുടിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ പള്ളിയുടെ അകത്ത് വന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു, നല്ല സുഖമായിരുന്നു. പിന്നെ അവിടെ കുറേ വെഡിങ്ങും ബാപ്റ്റിസവും അതുപോലെ തന്നെ ഹോളി കമ്മ്യൂണിയനും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് സെയിൻറ്റ് സാവ ഓർത്തഡോക്സ് ചർച്ച്. ചർച്ചിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു എയർ കണ്ടീഷൻ ഫീലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. എന്തൊരു നല്ല തണുപ്പായിരുന്നു അറിയോ. ഭയങ്കര അധികം മിറാക്കിൾസ് നടന്നിട്ടുള്ളൊരു ചർച്ചാണ്. ഇവിടെ കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് കൂടാതെ കുട്ടികളുടെ ഹോളി കമ്മ്യൂണിയനും കഴിഞ്ഞിട്ട് ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുന്നുണ്ട്. സോ അവർ നടത്തുന്നത് നമ്മളങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് ശരിയല്ലല്ലോ, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലല്ലോ. എന്നാലും നമ്മുടെ ബ്രൈഡ് സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഈ ഒരു ചർച്ചിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് ടൗണിൽ തന്നെയാണ്, ബെൽഗ്രേഡിൽ. നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ സെർബിയയുടെ ക്യാപിറ്റലായ ബെൽഗ്രേഡിലാണ്. അടുത്ത ചർച്ചിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയർഡായി പോയി. എനിക്ക് തോന്നുന്നു ലെവിക്കുട്ടനും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ചൂട് കാരണം. ഞങ്ങൾ ചെന്ന ആ സമയത്ത് 43 ഡിഗ്രി ആയിരുന്നു. എനിക്ക് തോന്നുന്നു സെർബിയയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ചൂടുണ്ടാവുന്നത്. അങ്ങനെ ലെവിക്കുട്ടൻ്റെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഓറഞ്ച് ജ്യൂസ് കണ്ടപ്പോഴത്തേക്ക് ആളത് ഫുള്ള് കുടിച്ചു. പിന്നെ അവന് ചോറ് വേണ്ടായിരുന്നു കേട്ടോ, തട്ടി മാറ്റുമായിരുന്നു. പിന്നെ അച്ചുവിൻ്റെയും ഞങ്ങളുടെയൊക്കെ ചിക്കനും ഫിഷും ഒക്കെ കഴിച്ചപ്പോഴാണ് ആൾ ഹാപ്പി ആയത്. ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്ക് വലിയ താല്പര്യമില്ല വെജിറ്റേറിയൻ, നോൺ വെജിനോടാണ് താല്പര്യം. എനിവേ അപ്പം നമ്മൾ പിന്നീട് അടുത്ത ചർച്ചിലും വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ചർച്ചും കൊണ്ടൊരു അഭിഷേകം എന്ന് പറയത്തില്ലേ, അതുപോലെയായിരുന്നു സെർബിയ. പിന്നെ ഇവിടെ ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെയും നല്ല മോഷണം
അന്തരീക്ഷമുണ്ട്. നല്ല രീതിയിൽ ആളുകൾ റെസ്റ്റോറൻറ്റിലായാലും അതുപോലെ തന്നെ പുറത്ത് നമ്മൾ നടക്കാൻ നേരത്തും ഫോട്ടോ എടുക്കാൻ നേരത്തും ഒക്കെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ ബാഗും എല്ലാം തട്ടിക്കൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് എടുത്തു പറയുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ട്രിപ്പിൽ ഒരു റോബറി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആ ട്രിപ്പേ കുളമാവും. വീട്ടിൽ കള്ളം കയറി എപ്പിസോഡ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നായിരുന്നു. അപ്പം ചോദിച്ചു, ലിൻഡുവിൻ്റെ വ്ളോഗിലെല്ലാം കാണിക്കുന്നത് കൊണ്ടാണ് കള്ളം കയറിയെന്ന്. എല്ലാവർക്കും ഇത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ആരും പറയാറില്ലെന്നേ ഉള്ളൂ. സെന്റ് മാർക്ക് ചർച്ചിൽ നിന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബെൽഗ്രേഡിൻ്റെ ഹൈ സ്ട്രീറ്റിലാണ്. ദേ ഇവിടെ ലൈവായിട്ട് പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുന്നുണ്ട്. സോ വരച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ. വേണ്ട, ടൈമില്ല. അപ്പോൾ ഹൈ സ്ട്രീറ്റിലേക്ക് ഞങ്ങളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് ഡ്രൈവർ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. ഞാൻ വീഡിയോ ഇടയ്ക്ക് കട്ട് ചെയ്യുന്ന വേറൊന്നുമല്ല, ഇവിടെ ഭയങ്കര കള്ളന്മാരുടെ ശല്യമാണ്. ഞങ്ങളുടെ ബാഗ് ഓൾമോസ്റ്റ് പോകേണ്ടതായിരുന്നു പള്ളിയിൽ നിന്ന്. പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് ഇറങ്ങിയതുകൊണ്ട് ആയിരിക്കാം ഓക്കെ ഞങ്ങളുടെ ബാഗ് സേഫായിട്ട് 4 സ്ത്രീകൾ ചേർന്നിട്ട് ഇങ്ങനെ നടക്കുവാണ് പല രീതിയിൽ. സോ അപ്പം ഞാൻ പറയാൻ വേണ്ടി വന്നത്, യൂറോപ്യൻ കൺട്രീസിലെല്ലാം തന്നെ നിങ്ങൾ പുറത്ത് പോകാൻ നേരത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ബാഗും ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കുക. വലിയൊരു സ്റ്റാറിൻ്റെ ഫാമിലി ട്രിപ്പിന് പോയിട്ട് അവരുടെ റൂമിൽ കയറി മോഷണമൊക്കെ നടന്നു. അത് ചിലപ്പോൾ പബ്ലിക് ആയിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ അറിഞ്ഞു. ഞാനത് നിങ്ങളോടും പറയാണ്. പല ആളുകളുടെ റൂമിൽ കയറി മോഷ്ടിക്കുന്നുണ്ട്. റൂമിൽ വെച്ചാലും പ്രശ്നമാണ്. നമ്മുടെ കയ്യിൽ സേഫായിട്ട് വെക്കുക. പോകേണ്ടത് എന്തായാലും പോകും, എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് വരുന്ന സ്ത്രീകളായാലും അതുപോലെ തന്നെ ഒരുമിച്ച് പ്രായം കുറഞ്ഞ ആമ്പിള്ളേരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. സോ കെയർഫുൾ. നിങ്ങളുടെ ഏത് സാധനങ്ങളും, ഫോണായാലും ഓർണമെൻറ്റ്സ് ആയാലും ക്യാഷ് ആണെങ്കിലും കെയർഫുള്ളായിട്ട് കൊണ്ട് നടക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഹൈ സ്ട്രീറ്റിലൊന്ന് പോയിട്ട് ബ്ലാസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങളൊരു സിറ്റി വോക്കൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് 1-2 സ്പോട്ടും കൂടെ ഡ്രാഗൺ ഞങ്ങളെ കാണിച്ച് കവർ ചെയ്യിപ്പിച്ചു. പിന്നെ നേരെ കൊണ്ടുവന്ന് റൂമിൽ വിട്ടു. റിലാക്സ് ചെയ്ത് ചിൽ മൂഡിൽ നിന്ന് നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് പോകുന്ന സ്ഥലം കുറച്ച് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലെവി വന്നതിന് ശേഷം റെൻ്റ് കാർ എടുക്കാറില്ല, ഇങ്ങനെയാണ് ബുക്ക് ചെയ്ത് പോകുന്നത്. ഒന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ പാക്കേജ് എടുക്കും. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദി അവാല ടവറിലാണ്. നമ്മൾ സ്റ്റേ ചെയ്ത അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 35-40 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. എൻട്രി ഫീ എത്രയാണെന്നൊന്നും അറിയത്തില്ല. അകത്തോട്ട് ഞാൻ കയറിയില്ല. അതിനു മുമ്പ് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതി. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ എക്സ്പെൻസീവ് ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പാർട്ട്മെൻറ്റ് നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ വൈഫൈ അത്ര ആക്റ്റീവ് അല്ലാത്തത് കാരണം ഞാൻ അത്ര ഹാപ്പി അല്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഞങ്ങൾ സ്റ്റേ ചെയ്ത ലിവിങ് റൂമിലാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ 2 റൂംസ് ആണല്ലോ. അപ്പം ലിവിങ് റൂമിലല്ല, ബെഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ് റൂമാണ്, ബെഡ്റൂം പോലെ തന്നെ. അപ്പം ആ AC അങ്ങ് ബാൽക്കണിയുടെ അവിടെ ആയത് കാരണം ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. AC കിട്ടുന്നില്ല, കാരണം 40 ഡിഗ്രി ആയിരുന്നു ചൂട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ മമ്മിക്കും ഡാഡിക്കും ഹാപ്പി ആയിരുന്നു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ നമ്മുടെ ഡ്രൈവർ ബൈ സൂപ്പർ ഡ്രാഗൺ എന്നാണ് പേര്. പുള്ളിയാണ് ഇന്ന് ഇവിടെ നമ്മളെ കൊണ്ടുവന്നത്. ഈ സ്പോട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. നമുക്ക് കയറി കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു 4 യൂറോയാണ് ചാർജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ലെവിക്കുട്ടൻ നല്ല ഉറക്കമായതുകൊണ്ട് മമ്മിയും ഡാഡിയും അകത്താണ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായി കഴിഞ്ഞ് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ അവർ വന്നാൽ മതിയല്ലോ. പിന്നെ എനിക്ക് 2-3 വീഡിയോസൊക്കെ എടുക്കുകയും സ്റ്റോറിയൊക്കെ പറയുകയും യൂട്യൂബൊക്കെ എടുക്കുകയും വേണമല്ലോ. സെർബിയ എന്ന് പറഞ്ഞ സ്ഥലം ആക്ച്വലി യങ്സ്റ്റേഴ്സിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നന്നായിട്ട് അടിച്ചു പൊളിക്കാം, നൈറ്റ് പാർട്ടി നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. ബാച്ചിലേഴ്സ് പാർട്ടി നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ ഇന്നലെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത്. പക്ഷേ ഡാഡി മമ്മി ഞങ്ങളുടെ കൂടെ കൂടുന്നത് കാരണം ഞങ്ങളും അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ സ്ഥലങ്ങൾ, ആദ്യത്തെ സ്ഥലം ദി അവാല ടവർ. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്പോട്ട്. ഓക്കെ, ഇവിടെ ഈ പെറ്റ്സിനെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. മുകളിലേക്ക് പെറ്റ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആ ടോപ്പിലാണ് കയറാൻ പോകുന്നത്. അവിടെ എത്തുന്നതിൻ്റെ മുമ്പേ നമുക്ക് ചെറിയൊരു വാക്കുണ്ട്, പക്ഷെ വെയിൽ കാരണം എങ്ങനെയെങ്കിലും ഒന്ന് അതിൻ്റെ അകത്തെത്തിയാൽ മതി എന്നായിരുന്നു. ഞങ്ങളെയൊക്കെ ചുട്ട് പൊള്ളുമായിരുന്നു. ലെവിക്കൊണ്ട് കവിളൊക്കെ ചുമന്ന് തൊടുത്തു. അങ്ങനെ ഫൈനലി നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മുകളിലെത്തി കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. ആ വ്യൂവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാലോ, പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ പ്രാവശ്യം സെർബിയയിൽ പോയപ്പം ശരിക്കും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ചൂട് കാരണം. സെർബിയയിലുള്ള ടോളസ്റ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 204 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഞങ്ങളുടെ ഡ്രൈവർ കം ഗൈഡിൻ്റെ നമ്പർ, അതായത് ഡ്രാഗൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം.
1-2 പേര് സെർബിയയിൽ പോയപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അങ്ങനെ പുള്ളിയായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ ട്രാവൽ ചെയ്തു സെർബിയയിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. പുള്ളിയുടെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ലൊരാളാണ് കേട്ടോ, പാവം മനുഷ്യനാണ്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും. കംഫർട്ടബിളാണ്. പുള്ളി നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചു തരുന്നതും ഡ്രൈവിംഗ് ആണെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ നമ്മളൊരു പോഷ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. പുറത്ത് ആരും ഇരിക്കുന്നില്ല ചൂട് കാരണം. അകത്താണെങ്കിൽ ബുക്കിംഗ് ഇല്ലാതെ കയറാനും പറ്റില്ല. എന്തായാലും ഡ്രാഗൺ ആരുടെയൊക്കെ കാല് പിടിച്ച് ഞങ്ങളെ അകത്ത് കയറ്റിയിരുത്തി. വ്യൂ അടിപൊളിയായിരുന്നു. ലേക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പോഷ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ പോഷ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അത്രയും എക്സ്പെൻസീവ് അല്ല ഇവിടുത്തെ ഫുഡ്. അത് ഞാൻ പിന്നെയും പറയുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ലണ്ടനിൽ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒരിക്കലും നിൽക്കത്തില്ല. ഇതിനെല്ലാം കൂടി എനിക്ക് തോന്നുന്നു 60-70 പൗണ്ട്സേ ആയിട്ടുള്ളൂ. ഈവൻ ഡെസേർട്ട് വരെ കഴിച്ചു. എല്ലാവരും എൻജോയ് ചെയ്തു. ലെവിക്കുട്ടന് ഉച്ചയ്ക്കത്തെ ഫുഡ് ഇന്ന് കഴിക്കുന്നത് ഞങ്ങളുടെ കൂടെ ചിക്കനാണ്. റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇൻ ബിറ്റ്വീൻ ഞാനത് കൊടുത്തു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, റീൽസും അതുപോലെ തന്നെ വ്ളോഗും ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് എല്ലാം ഞാനങ്ങ് വിട്ടുപോവാണ്. എല്ലാം കഴിയുമ്പോഴാണ് ഓർക്കുന്നത് അയ്യോ വ്ളോഗ് എടുത്തില്ലല്ലോ എന്ന്. ഹലോ, നിങ്ങളൊക്കെ ഇവിടെ ലേക്ക് കാണാൻ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണോ? ആഹാ, ഇവിടെ ഒരാൾ ഇതേ പീജിനെയൊക്കെ കണ്ടിരിക്കുന്നു. ലേക്കുട്ടിന്റെ ഡ്രസ്സൊക്കെ മാറ്റി. എന്തോ ഡാഡി, നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, നല്ല സുഖമുണ്ട്, നല്ല വ്യൂ ഉണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു. ഡാഡി ഇന്ന് സാലഡിൽ ഒതുക്കി. നല്ല ഫുഡായിരുന്നു. അച്ചു കഴിച്ച ഫുഡ് എന്താണ്? മാൻ. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 17-ാം തീയതി എന്താണ് നിങ്ങളുടെ പരിപാടി? ഞാൻ പിന്നെയും 13 വർഷങ്ങൾക്ക് ശേഷം ഡബ്ലിനിലേക്ക് വരാൻ പോവാണ് കേട്ടോ. അതും കൂടെ ഞാൻ ഈ ട്രിപ്പിനകത്ത് പറയാൻ പോവാണ്. സോ വേറെ ഒന്നുമല്ല, ഓഗസ്റ്റ് 17-ാം തീയതി ഡബ്ലിനിൽ വെച്ചിട്ട് ഫസ്റ്റ് ബ്യൂട്ടി കോൺടെസ്റ്റ് നടക്കുകയാണ്. മിസ് കേരള അയർലൻഡ് 2024. അയർലൻഡിലേക്ക് എത്താൻ പോകുന്നു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാടധികം പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വരുന്നത്. സോ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഇതും കൂടെ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ മിസ്സാക്കുമല്ലോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ ലേക്ക് സൈഡിൽ വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഞങ്ങൾ ഫുഡ് കഴിച്ച സ്പോട്ട് ഇവിടെയാണ് കേട്ടോ, വെനീസ. സൂപ്പർ, നല്ലൊരു സ്ഥലമായിരുന്നു. പോഷ് റെസ്റ്റോറൻ്റ് ആണ്. റീസണബിൾ പ്രൈസ് ആയിരുന്നു. 5 പേർക്ക് കഴിച്ചപ്പോൾ 60-70 പൗണ്ട്സിന് അടുത്തേ വന്നുള്ളൂ. ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ലണ്ടനിലൊക്കെ നമ്മൾ ഇത്രയും പേര് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. മമ്മിയും ഡാഡിയും ലെവിക്കുട്ടിനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇങ്ങോട്ട് സ്ട്രോളർ ഇറക്കാൻ പറ്റത്തില്ല, പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ടയർഡ്നെസ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റി വ്യൂ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ 2 ദിവസം നമ്മൾ സെർബിയ അടിച്ചു പൊളിച്ചു. പിന്നെ വിസയുടെ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്. ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഫ്രീ വിസയാണോ എന്ന് ചോദിച്ചു. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് UK വിസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ BRP കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഫ്രീ വിസയാണ്. കുറേ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം മമ്മിയും ഡാഡിയും വന്നല്ലോ. മമ്മിയും ഡാഡി UK വിസയിലാണ് ഇപ്പം നിൽക്കുന്നത്. 6 months അല്ലെങ്കിൽ 2 years 5 years നിങ്ങൾ ഏത് വിസയാണോ എടുക്കുന്നത് ആ വിസയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ BRP കാർഡാണ് ഉള്ളത്. അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ വിസയാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വിസ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മമ്മിക്കും ഡാഡിക്കും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ലെവിക്ക് ഓൾറെഡി ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇന്ത്യൻ പാസ്പോർട്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്കറിയില്ല, PR ഉണ്ടെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. BRP കാർഡ് ഓർ PR പിന്നെ UK വിസ ഈസി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് സെർബിയ. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യവും പറയാമല്ലോ, അഫോർഡബിളാണ്. അടിപൊളി സ്ഥലങ്ങളുണ്ട് കാണാൻ. ഒരു 3 ദിവസം മാക്സിമം അടിച്ചു പൊളിക്കാം. പിന്നെ യങ്സ്റ്റേഴ്സിന് പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പം എന്താ പറയുക, ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ നടത്താൻ പറ്റും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കൂടുതലാണ് ഡാഡി മമ്മി. അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു തകർത്തു. നല്ലൊരു അപ്പാർട്ട്മെൻറ്റും ആയിരുന്നു. നമുക്ക് കിട്ടിയ ഡ്രൈവറും സൂപ്പറായിരുന്നു. പുള്ളിയുടെ പേര് ഡ്രാഗൺ, നിങ്ങൾ കണ്ടല്ലോ. പുള്ളി നമ്മൾക്ക് പ്രൈവറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ നല്ലൊരു പാക്കേജോടുകൂടിയാണ് നമുക്ക് കിട്ടിയതും. പുള്ളിയുടെ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. പുള്ളിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ ബുക്ക് ചെയ്തത് റൂംസ് എല്ലാം booking.com പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് സ്കൈ സ്കാനർ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഏത് പാക്കേജ് എടുത്തത്? ഒരു പാക്കേജും അല്ല, നമ്മൾ സ്വന്തമായിട്ടാണ് ബുക്ക് ചെയ്തത്. ഈ പ്രാവശ്യം അച്ചായുടെ വകയായിരുന്നു ഈ എൻ്റെ ബർത്ത്ഡേയും അതുപോലെ തന്നെ മമ്മിയുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് ഞങ്ങൾക്ക് അച്ഛൻ ഗിഫ്റ്റ് തന്നത്. അടുത്ത സ്പോട്ട് എങ്ങോട്ടാണ് നമുക്ക് ഡ്രാഗനോട് തന്നെ ചോദിക്കണം.
വെച്ചിട്ട് അവിടെ നിന്ന് നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് നേരെ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നവരെയാണ് കേട്ടോ നമ്മുടെ പാക്കേജ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 ദിവസം ചാർജ് ചെയ്തിരിക്കും. നമുക്ക് അറൗണ്ട് 200 പൗണ്ട്സിന് അടുത്തേ വന്നിട്ടുള്ളൂ. ഇനിയും നമ്മൾക്ക് ദൂരമുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ പാക്കേജിൻ്റെ റേറ്റ് കൂടുമെന്ന് പറഞ്ഞു. നെവിക്കുണ്ണൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ട്രാവൽ മാക്സിമം അവോയ്ഡ് ചെയ്തു. 1 hour 40 minutes ഉള്ള സ്പോട്ടിലൊക്കെയാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 hour ഒരു സ്ഥലത്ത് പോയി 40 minutes ആണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു 1 hour ഉണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക്. ഇനി 2-3 സ്ഥലങ്ങളും കൂടെ ഇവിടെ ചുറ്റിനും കാണാനുണ്ട്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ എയർപോർട്ടിലേക്ക് പോകണം. ടൈം ടു സേ ബൈ ഫ്രം സെർബിയ. എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റി. അത് തന്നെ ഭയങ്കര ഭാഗ്യം. ഡ്രാഗനാണ് ബിഗ് താങ്ക്സ് പറയേണ്ടത്. നമ്മളെ നമ്മുടെ ടൈം ഷെഡ്യൂളിൽ തന്നെ എല്ലാ സ്പോട്ടും കവർ ചെയ്ത് കൃത്യസമയത്ത് തന്നെ നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുവിടുകയാണ്. ലെവിക്കുട്ടിൻ്റെ ഒരു ക്രോൾ ചെയ്യുന്ന വീഡിയോ, അതായത് എയർപോർട്ടിൽ ക്രോൾ ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു വൃത്തിയുള്ള ഒരു അമ്മയും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇറക്കി വിടില്ലാന്ന്. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു OCD ഉള്ള ഒരാളാണ് ഞാൻ. OCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഡിഫറെൻറ്റ് ടൈപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എന്നെ അറിയുന്നവർക്കും എൻ്റെ വീട്ടിൽ വരുന്നവർക്കും അറിയാം. അപ്പോൾ എനിക്കുള്ള വൃത്തിയും എൻ്റെ OCD എന്താണെന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാതെ പോലെ തന്നെ എൻ്റെ വീട്ടുകാർക്ക് അറിയാം. പിന്നെ ലെവി ഇങ്ങനെ ക്രോൾ ചെയ്യാൻ വരുന്നത്, ഇത് അവൻ്റെ ഒരു പ്രായം അങ്ങനെ ആയിരുന്നു. അവനെ വിട്ടില്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് കരയും. പിന്നെ അതിനേയും കാട്ടി നല്ലത് അവർക്ക് ഇഷ്ടമുള്ളത് അവരെ എൻഗേജ്ഡാക്കി വിടുക. അതിനാണ് ബേബി ചേഞ്ചിങ് റൂം എയർപോർട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവനെ നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറ്റാറുള്ളൂ. ഫ്ലൈറ്റിൽ പിള്ളേർ ഡിസ്റ്റർബ് ചെയ്യാന്നുണ്ടെങ്കിൽ പാസഞ്ചേഴ്സിനും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലെവിയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാറില്ല. ടച്ച് വുഡ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതേ റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഇതേ ഞാൻ മോംകോസിയുടെ ബോട്ടിൽ വാമറും കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.